നമസ്കാരം. രണ്ട് ലോകങ്ങൾ എന്ന കഥയുടെ രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കോളേജിലെ ആദ്യ ദിവസം ആയിഷയും അർജുനും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയിരുന്നു. ഒരു ചെറിയ തെറ്റിദ്ധാരണയിൽ തുടങ്ങിയ ആ കൂടിക്കാഴ്ച ഇരുവരുടെയും മനസ്സിൽ മായാത്ത ഒരു ഓർമ്മയായി മാറി. ഇനി ആ ചെറിയ പരിചയം എങ്ങനെയാണ് ഒരു പുതിയ ബന്ധത്തിന്റെ തുടക്കമാകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. കോളേജിലെ ആദ്യ ദിവസം പതിയെ മുന്നോട്ട് പോവുകയായിരുന്നു. മീരയോടൊപ്പം ക്ലാസ് മുറിയിലേക്ക് കയറിയ ആയിഷ ചുറ്റും നോക്കിക്കൊണ്ടൊരു സീറ്റിലിരുന്നു. പുതിയ മുഖങ്ങൾ, പുതിയ അധ്യാപകർ, ഓരോരുത്തരും ഓരോ പരിചയപ്പെടുത്തലുകളിൽ തിരക്കിലായിരുന്നു. ആയിഷയും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നെങ്കിലും അവളുടെ മനസ്സിന്റെ ഒരു കോണിൽ രാവിലെ നടന്ന ആ ചെറിയ സംഭവം ഇടയ്ക്കിടെ ഓർമ്മ വരികയായിരുന്നു. അർജുൻ. അവൻ പറഞ്ഞ ആ പേര് അവൾ അറിയാതെ തന്നെ ഓർത്തുപോയി. അവൻ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു സാധാരണ സംഭവം മാത്രമാണെന്ന് കരുതി അവൾ വീണ്ടും പഠനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. മറുവശത്ത് അർജുനും തന്റെ ക്ലാസ്സിലേക്ക് പോയെങ്കിലും അവനും പതിവ് പോലെ ആയിരുന്നില്ല. സുഹൃത്തുക്കൾ ഓരോ തമാശയും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അർജുൻ അതിലധികം പങ്കുചേർന്നില്ല. എന്താ ഇന്ന് ഇത്ര സൈലന്റ് എന്ന് സുഹൃത്ത് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നൊരു ചിരി മാത്രം അവൻ മറുപടിയായി നൽകി. പക്ഷെ അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നത് ഒരു പേര് മാത്രം, ആയിഷ. എന്തുകൊണ്ടാണെന്ന് അവന് തന്നെ അറിയില്ല. ഒരു ചെറിയ കണ്ടുമുട്ടൽ മാത്രം. എന്നിട്ടും ആ മുഖവും ആ പേരും അവന്റെ മനസ്സിൽ നിന്നും മായുന്നേയില്ല. ആദ്യത്തെ 2 ക്ലാസ്സുകൾ കഴിഞ്ഞതോടെ പിന്നെ ഇടവേളയായി. ക്യാമ്പസ് മുഴുവൻ വിദ്യാർത്ഥികളുടെ ശബ്ദം നിറഞ്ഞു. ചിലർ ക്യാൻറ്റീനിലേക്കും ചിലർ ലൈബ്രറിയിലേക്കും പോയി. ചിലർ മരച്ചുവട്ടിൽ കൂട്ടമായിരുന്നു സംസാരിക്കുകയായിരുന്നു. മീരയും ആയിഷയും പതിയെ ക്യാമ്പസിലൂടെ നടന്നു. കോളേജ് എങ്ങനെയുണ്ട്? മീര ചോദിച്ചു. എനിക്കിഷ്ടമായി, എല്ലാം പുതിയ അനുഭവമാണ് എന്ന് ആയിഷ പുഞ്ചിരിയോടെ മറുപടി നൽകി. രാവിലെ നടന്ന സംഭവം ഓർത്ത് മീര വീണ്ടും അർജുനെക്കുറിച്ച് കളിയാക്കാൻ തുടങ്ങി. ആയിഷ അത് കേട്ട് ചിരിച്ചെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല. അതേസമയം എതിർവശത്ത് അർജുനും തന്റെ സുഹൃത്തുക്കളും നടന്നു വരികയായിരുന്നു. കുറച്ച് ദൂരെ നിന്ന് തന്നെ അർജുൻ ആയിഷയെ ശ്രദ്ധിച്ചു. അവളും അറിയാതെ അവന്റെ ഭാഗത്തേക്ക് നോക്കി. ഏതാനും നിമിഷങ്ങൾ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ വീണ്ടും മുടക്കി. ഇത്തവണ ആരും താഴെ വീണില്ല, ആരും സോറി പറഞ്ഞില്ല. ഒരു ചെറിയ പുഞ്ചിരി മാത്രം. ആ പുഞ്ചിരി ഇരുവരുടെയും മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കി. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിഷയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു നോട്ട്ബുക്ക് പെട്ടെന്ന് താഴേക്ക് വീണു. അത് ശ്രദ്ധിച്ച അർജുൻ ഉടനെ തന്നെ മുന്നോട്ട് വന്ന് നോട്ട്ബുക്ക് എടുത്ത് അവൾക്ക് കൊടുത്തു. ഇത്തവണ ഞാൻ ഇടിച്ചില്ല കേട്ടോ എന്നവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് മീര ഉറക്കെ ചിരിച്ചു. ആയിഷയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ആയിഷ ഒട്ടും വൈകാതെ തന്നെ താങ്ക് യു എന്ന് പറഞ്ഞു. ആദ്യമായാണ് അവൾ അത് അർജുനോട് പറയുന്നത്. ആ ഒരു വാക്ക് കേട്ടപ്പോൾ അർജുൻ്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. അങ്ങനെ ആ ദിവസത്തെ ക്ലാസ്സുകൾ അവസാനിച്ചു. വീട്ടിലേക്ക് മടങ്ങാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആയിഷ ഒരു നിമിഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. കുറച്ച് അകലെയായി അർജുനും തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. അവനും അതേ സമയത്ത് അവളുടെ ഭാഗത്തേക്ക് തന്നെ നോക്കുന്നു. രണ്ടുപേരും ഒരു ചെറിയ പുഞ്ചിരി പങ്കുവച്ചു. ചില ബന്ധങ്ങൾ വലിയ വാക്കുകളിൽ നിന്നല്ല തുടങ്ങുന്നത്, ചെറിയ നോട്ടങ്ങളിൽ നിന്നും ഒരു പുഞ്ചിരിയിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഒരു താങ്ക്സ് എന്ന വാക്കിൽ നിന്നുമാണ് തുടങ്ങുന്നത്. എന്നാൽ അവരുടെ ഈ പുതിയ പരിചയത്തെ ജീവിതം എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്? അതറിയാൻ അടുത്ത എപ്പിസോഡിൽ കാണാം.